വളരെ ഗുരുതരവും അതീവ ഗൗരവവുമുള്ള വളരെ 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 വലിയ ക്രിമിനൽ കുറ്റത്തെമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഇത് ഞാനല്ല പറയുന്നത്. ശബരിമലയുടെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ കുറിപ്പുണ്ട്, പത്രത്തിന് കൊടുക്കുന്ന ബൈറ്റുണ്ട്. അതിൽ പറയുന്നു 1999 മുതൽ 2025 വരെ എന്ന് പറഞ്ഞാൽ 1999 പോയിട്ട് 2000 പിന്നെ 25 26 വർഷത്തെ, ഒന്നും രണ്ട് വർഷമല്ല, 26 വർഷത്തെ കാര്യങ്ങൾ സമഗ്രമായി പരിശോധിക്കണം. ആര് പരിശോധിക്കും? ഏതെങ്കിലും ഒരു കമ്മീഷനെ വെച്ച് പരിശോധിച്ചാൽ തീരുമോ ഈ വിഷയങ്ങൾ? ഇത് NIAയും ഇൻകം ടാക്സും പോലുള്ള ദേശീയ ഏജൻസികൾ പരിശോധിക്കണം. അമ്പലത്തിലെ വരുമാനം എത്ര? അമ്പലത്തിലെ ചിലവെത്ര? വിജയ് മല്യ കൊടുത്ത 40 പവൻ വരുന്ന 39 പവൻ വരുന്ന സ്വർണം ആര് കൊണ്ടുപോയി? സ്വർണപ്പാളികളായിരുന്നുവോ ചെമ്പ് പാളിയായിരുന്നുവോ അവിടെ വന്നത്? സ്വർണപ്പാളികളായിരുന്നുവെങ്കിൽ അത് ചെമ്പ് പാളിയായത് എങ്ങനെ? ഹൈക്കോടതിയുടെ തീരുമാനമില്ലാതെ അവിടുത്തെ പ്രിമൈസസിന് പുറമേത്ത് കൊണ്ടുപോയി, സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോയി എങ്ങനെ സ്വർണം കൈകാര്യം ചെയ്യാൻ പറ്റി? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ കഴിയുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യമായ ഒത്താശ ചെയ്തു കൊടുത്തത് ആര്? ഗുരുതരമായ പ്രതിസന്ധിയാണ്. ശബരിമലയെ എപ്പോഴും വിവാദത്തിൽ നിർത്തി കോടാനുകോടി രൂപ വരുന്ന ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത് ആര്? ഒരു മാസക്കാലത്തോളം സ്വർണം കൊണ്ട് ഒരു 19-ാം തീയതി സ്വർണം എടുക്കുന്നു, അടുത്ത മാസം 19-ാം തീയതി 20-ാം തീയതിയൊക്കെയാണ് സ്വർണം കൊണ്ടുപോകുന്നത്. അതിനിടയിൽ സ്വർണത്തിന് എന്ത് സംഭവിച്ചു? ഇനി ചെമ്പ് പാളിയാണെങ്കിൽ അതിനെന്ത് സംഭവിച്ചു? എടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് ഇത് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു? 100,000 ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. ഇത് വളരെ സമഗ്രമായ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അല്ലാതെ ഇത് തീരുകയില്ല. അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് റിട്ടയേർഡ് സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജിമാർ, അങ്ങനെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൊണ്ട് വേണം ഇത് അന്വേഷിപ്പിക്കാൻ. അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും സംവിധാനത്തിൽ ഇത് അന്വേഷിച്ചാൽ ഇതെങ്ങും എത്തുകയില്ല. കാരണം കോടാനുകോടി രൂപയുടെ സ്മഗ്ലിംഗ് നടന്നു എന്ന് ഇപ്പോൾ കാര്യങ്ങൾ തെളിഞ്ഞു വരികയാണ്. ശബരിമല ക്ഷേത്രം പോൽ മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് പോയാൽ, എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ കള്ളന്മാർക്ക് മാനസാന്തരം വന്നിട്ടെങ്കിലും തിരിച്ചു കൊണ്ട് കൊടുക്കും എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പോൾ അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. വിഗ്രഹങ്ങൾ എവിടെല്ലാം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അതെല്ലാം പിടിക്കപ്പെട്ടിട്ട് തന്നെയുണ്ട്. അത് ദൈവമുണ്ടോ ഇല്ലയോ, സാത്താനാണോ, ആരാ പിടിക്കുന്നത്, പോലീസാണോ എന്ന ചോദ്യമൊന്നുമില്ല. എന്തായാലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമലയിൽ കൈവച്ചവർക്ക് കൈ പൊള്ളും, അത് വലുതായിട്ട് പൊള്ളും. തീർച്ചയായിട്ടും എല്ലാവരും 1999 മുതൽ നാളിതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവർ, PS പ്രശാന്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്നവർ വരെ ഇതിന് മറുപടി പറയണം. ദേവസ്വം കമ്മീഷണർമാർ മറുപടി പറയണം, വിജിലൻസ് ഓഫീസർമാർ മറുപടി പറയണം, ഈ സംവിധാനങ്ങളിലിരുന്ന പോറ്റിമാർ മറുപടി പറയണം, തന്ത്രിമാരും എല്ലാവരും മറുപടി പറയേണ്ട ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വത്ത് കട്ടതാര്? അത് കട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിയുന്നു. അത് ആരെവിടെ എപ്പോൾ എങ്ങനെ കൊണ്ടുപോയി, ആരെല്ലാം പങ്കുവച്ചു, ഏതെല്ലാം ഏജൻസികൾക്ക് കൊടുത്തു, എവിടെ സൂക്ഷിച്ചു, ഏത് നിലവറയിൽ, കലവറയിൽ, ഏത് ലോക്കറിൽ വെച്ചു, അതിൻ്റെ പലിശ അതിൽ നിന്ന് അടിച്ചു മാറ്റിയത് ആരെല്ലാം പങ്കുപറ്റിയെന്നറിയാൻ ഈ രാജ്യത്തെ സംവിധാനങ്ങൾക്ക്, അത് ആസ്തികനായാലും നാസ്തികനായാലും യുക്തിവാദിയായാലും മുക്തിവാദിയായാലും ഏത് വാദത്തിൽപ്പെട്ടവനായാലും സാധാരണ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇതൊരു പൊതു ഇടത്തിലെ പൊതു സ്വത്ത് അടിച്ചുകൊണ്ട് പോകുന്നത് അറിയാൻ. അത് അഴിമതി വിരുദ്ധതയാണ്, അഴിമതിയാണ്. ആ അഴിമതിയുടെ വിരുദ്ധമായ കാര്യങ്ങൾ പുറത്തു വരണം. തീർച്ചയായും ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ.